ഇന്ന് എന്റെ ഒരു സബ്സ്ക്രൈബർ വരുന്നുണ്ട്. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. അപ്പൊ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ. അവൻ ഇപ്പൊ തന്നെ വരും. നമുക്ക് അവനെ ഒന്ന് നോക്കാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? സബ്സ്ക്രൈബർ ആയതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ആളെങ്ങനെയാണെന്ന് അറിയില്ല. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരും. ആദ്യമായിട്ട് കാണുകയാണ്. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട്. ഹായ്, യാത്രയൊക്കെ സുഖമായിരുന്നോ? അവൻ അകത്ത് കുളിക്കാൻ പോയിരിക്കുകയാണ്. നമുക്കൊന്ന് ചെറുതായിട്ട് ടീസ് ചെയ്ത് നോക്കാം. ഞാൻ വിചാരിച്ച പോലല്ല, സ്വാമിക്ക് ബുദ്ധിയുണ്ട്. ഞാൻ ഉറങ്ങിയ പോലെ കിടക്കും. അതിനെയാണ് കേട്ടോ. അപ്പൊ അവൻ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയണ്ടേ. അവന്റെ ഒക്കെ ഒരു യോഗം തെണ്ടി. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കിടക്കുവാണ് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാ മതി ബെഡ്റൂമിലേക്ക്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഞാൻ നൈസായിട്ട് കിടക്കാൻ പോവാണ്. അവന് കളിക്കാൻ വല്ല അറിയോ? എന്റെ കയ്യിലെങ്ങനെ ആയിരിക്കണം. മിനിമം ഒരു 500 ഡൈവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണി. എനിക്ക് മാത്രം ഒന്നും നടക്കണല്ലോ സാർ, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.